ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും സന്തോഷമുള്ളതുമായ ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു ചെറിയ വിഷയം നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് സ്ട്രെങ്തനിങ് യുവർ ഫൗണ്ടേഷൻ, അതായത് നമ്മുടെ അടിസ്ഥാനം വന്നിട്ട് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ബാമ്പു എന്ന് പറയുന്ന ആ ചെടിയുടെ അത് വളർത്താനായിട്ട് അതിൻ്റെ സീഡോ അല്ലെ അതിന് വളർത്താനുള്ള ചെടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അതിനൊന്നും തന്നെ സംഭവിക്കുന്നില്ലെന്ന് പറയാം. ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വളർന്നു വരുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷേ വലിയ മാറ്റമൊന്നും കാണത്തില്ല. പക്ഷെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് പിന്നെയും ഇച്ചിരി വളരുന്നതായിട്ട് നമുക്ക് തോന്നും. ആക്ച്വലി അത് അപ്പോഴെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ റൂട്ട്സിനെ വന്നിട്ട് നല്ലതായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് ആ സിസ്റ്റം വന്നിട്ട് അങ്ങനെ അതിനെ നല്ലതായിട്ട് വളർന്ന് മേലേക്ക് ഹൈറ്റിലേക്ക് വരാനായിട്ട്, അത് വളരെ വേഗം വളരുവാനായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് അതിൻ്റെ ആ വേരുകളെ കൊണ്ടുവന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാറ്റത്തും മഴയത്തൊന്നും വീണ് പോകുന്ന ചെടിയല്ലല്ലോ ഈ ബാമ്പു എന്ന് പറയുന്നത്. എത്ര കാറ്റ് വന്നാലും അത് അവിടെ തന്നെ ഉണ്ടാകും. മിക്കവാറും മറ്റുള്ള ചെടികളെ വെച്ച് നോക്കുമ്പോൾ ഇതങ്ങനെ ഈസിയായിട്ട് വീഴുന്ന ഒരു സംഭവമല്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം എന്ന് പറയുന്നത്, ട്രൂത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വളരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നല്ല വലിയ ഹൈറ്റിലേക്ക്, അതായത് വലിയ ഉയർച്ചയിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഫൗണ്ടേഷനെ സ്ട്രെങ്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫൗണ്ടേഷനെ വന്നിട്ട് സ്ട്രെങ്ത് ചെയ്ത് അതിനെ നമ്മൾ ആക്കുമ്പോൾ അത് അത് നമ്മളുടെ മറ്റ് ചില കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്സ്. നമ്മുടെ റിലേഷൻഷിപ്പ് നന്നായെങ്കിലേ നമ്മുടെ ഫൗണ്ടേഷൻ നന്നാവത്തുള്ളൂ. നമ്മളെല്ലാവരുമായിട്ട് കുറച്ച് അപ്രോച്ചബിളായിട്ടിരിക്കണം. തന്നെയല്ല, നമ്മൾ സിൻസിയറായിട്ടും ശരിക്കും ഉള്ളൊരു റിലേഷൻഷിപ്പ് നമ്മുടെ ലാഭത്തിന് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കണം. രണ്ടാമതായിട്ട് നമുക്കൊരു ലോങ് ടേം ഗോൾസ് ഉണ്ടായിരിക്കണം. ഞാൻ എന്താകണം എന്നുള്ളത് നമുക്ക് അറിവായ പ്രായം എന്നല്ല, നമുക്ക് ഏകദേശമൊക്കെ ആലോചിച്ച് വിസ്ഡത്തോടു കൂടി നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് തുടങ്ങുന്ന പ്രായം മുതൽ നമ്മൾക്ക് ഞാൻ ഇന്നതായി തീരണം, അല്ലെങ്കിൽ ഇന്ന ലെവലിലെത്തണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന, ചിന്തയെന്നല്ല ഒരു പ്ലാൻ ഉണ്ടായിരിക്കുന്നത് നമുക്ക് അത്യാവശ്യമാണ്. ആ ഗോൾ ഉണ്ടെങ്കിലേ നമുക്കതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. മൂന്നാമതായിട്ട് നമുക്കൊരു ഡിസയർ വേണം. ആ ഡിസയർ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഓളത്തിലിങ്ങനെ ആടുന്ന ബോട്ട് പോലെ ഇരിക്കും എന്നുള്ളതാണ്, ചാടിക്കൊണ്ടിരിക്കും. അത് ഒരിക്കലും അതൊരു കറക്റ്റായിട്ടുള്ള രീതിയല്ല. അതൊരിക്കലും നമുക്ക് എത്തേണ്ടടുത്ത് എത്താനായിട്ടും സാധിക്കത്തില്ലെന്ന് മാത്രമല്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. കാറ്റിലും വെള്ളത്തിലും അലയുന്ന പോലെ, ഇങ്ങനെ അലയടിക്കുന്ന പോലെ നമ്മൾ ഡിസയർ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എത്തേണ്ട സ്ഥാനത്ത് എത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. നാലാമതായിട്ട് വേണ്ടത്, നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു പർപ്പസ് വേണം. ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്നും, അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ നമ്മൾ ഉന്നമനം പ്രാപിച്ച് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ലൈഫിലുള്ള പർപ്പസ്. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ, അങ്ങനെ ഈ 3-4 കാര്യങ്ങൾ നമ്മുടെ റൂട്ടിന്, നമ്മുടെ ഫൗണ്ടേഷൻ അടിസ്ഥാനമായിട്ടിട്ട് നമ്മൾ അതിലേക്ക് വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഗ്രോത്ത് ഈസി ആയിരിക്കും, ഗ്രോത്ത് വേഗം ആയിരിക്കും.
അപ്പോൾ നമ്മൾ പല വലിയ വലിയ ആൾക്കാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒന്നുമില്ലാത്ത സ്റ്റേജിൽ നിന്ന് തുടങ്ങിയിട്ട് അവർ വലിയ വലിയ ഇതിലെത്തി തീർന്നിരിക്കുന്ന പലരെയും കുറിച്ച് നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചവരുമുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പറയുമ്പോൾ ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ഗോൾ ഉണ്ടായിരിക്കണം, അതുപോലെ നമുക്കൊരു ഡിസയർ ഉണ്ടായിരിക്കണം, നമുക്കൊരു റിലേഷൻഷിപ്പിൽ ഒരു നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഇതൊക്കെയും എന്നെ കേൾക്കുന്ന എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇത് ആവശ്യമാണ്. ചിലരോർക്കും കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടും. സ്റ്റുഡൻസ് ആയാലും ജോലിയിലുള്ള യങ് യൂത്ത് ആരാണെങ്കിലും അവർക്ക് ഇത് അപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. ഈവൻ ഓൾഡ് ഏജ് പീപ്പിളിന് അവർക്കും ജീവിതത്തിൽ എത്ര കാലം ജീവിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കുകയല്ല. പക്ഷേ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം നന്നായിരിക്കാനായിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ അവരുടെ അറിവുകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ അവർക്ക് അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അത് എത്തിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ആവശ്യമുള്ളവർക്ക്, എല്ലാവർക്കും അല്ല, ആവശ്യമുള്ളവർക്ക്. അങ്ങനെയൊക്കെ നമ്മളുടെ വിസ്ഡത്തെ, അതായത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ വിസ്ഡം വി ക്യാൻ ഷെയർ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം കുറച്ചൊക്കെ സുഗമമായിട്ട് പോകും. പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ഇല്ലെന്നല്ല, അതിൻ്റെ എല്ലാം നടുവിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള നമുക്ക് ആ ഗോൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും. എല്ലാവർക്കും ഇതിനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരട്ടെ. അതുപോലെ നമ്മുടെ ശ്രമം, ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ വിശ്വാസം, പ്രത്യാശ, ഇതെല്ലാം നമുക്ക് ഇതിനൊക്കെ മുതൽക്കൂട്ടായി മാറുമെന്നുള്ളതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം നല്ല അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ എന്നും, അതുപോലെ തന്നെ ഓരോരുത്തർക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഉയർച്ചകളിലേക്ക് വളർന്നു വരാൻ സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. വിഷ് യു ഓൾ എ നൈസ് ഡേ. ബൈ.